വാർത്തകൾ വിശദമായി. നികുതി വർധനയ്ക്കെതിരെ പ്രതിപക്ഷം കടുത്ത സമരത്തിലേക്ക്. UDF MLA-മാർ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹം ആരംഭിച്ചു. ഷാഫി, നജീബ്, കുഴൽനാടൻ, CR മഹേഷ് എന്നിവരാണ് സത്യഗ്രഹ സമരം ഇരിക്കുന്നത്. വിശദാംശങ്ങളുമായി ശരത് ചേരുന്നു. ശരത്, നികുതി വർധനവിനെതിരെ പ്രതിപക്ഷം കടുത്ത സമരത്തിലേക്കാണ് ഇരിക്കുന്നത്. UDF MLA-മാർ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായും അതിൽ അങ്ങനെ തന്നെയാണ്. കടുത്ത സമരത്തിലേക്ക് പ്രതിപക്ഷം കടന്നിരിക്കുന്നു. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഒരുപോലെ ഈ നികുതി വർധനയ്ക്കെതിരെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി സമരം സംഘടിപ്പിക്കുകയാണ് പ്രതിപക്ഷം. ഈ നിയമസഭാ കവാടത്തിന് പുറത്ത് 4 UDF MLA-മാരാണ് ഇപ്പോൾ സത്യഗ്രഹ സമരം ഇരിക്കുന്നത്. PC വിഷ്ണുനാഥ്, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നീ MLA-മാരാണ് സത്യഗ്രഹ സമരം ഇരിക്കുന്നത്. അല്പസമയം മുമ്പ് UDF യോഗം ചേർന്നിരുന്നു. ഈ UDF യോഗത്തിലാണ് സർക്കാരിനെതിരെ ശക്തമായ സമര പരിപാടികൾ വേണമെന്നുള്ള തീരുമാനമെടുക്കുകയും ഇതിന്റെ ഭാഗമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ MLA-മാർ സത്യഗ്രഹം ഇരിക്കുന്ന കാര്യം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ജനങ്ങൾക്ക് മേൽ ഇടുക്കിയായി മാറിയ ഒരു ദുരന്തമാണ്, ഇടുക്കിയായി പെയ്തിറങ്ങിയ ഒരു മഹാദുരന്തമാണ് ഈ സംസ്ഥാന ബജറ്റെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തിയത്. ജനങ്ങൾക്ക് മേൽ 4000 കോടി രൂപയുടെ അധിക ബാധ്യത അടിച്ചേൽപ്പിക്കുന്ന ഒരു ബജറ്റാണ് ഈ ബജറ്റ്. അത് ജനജീവിതത്തെയും അതുപോലെ തന്നെ സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും പ്രതികൂലമായി ബാധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ഈ ഒരു സാഹചര്യത്തിലാണ് നികുതി വർധന പിൻവലിക്കുന്നത് വരെ ഒരു സമരത്തിലേക്ക് പ്രതിപക്ഷം പോകുന്നത് എന്നും അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹ സമരം നിയമസഭാ കവാടത്തിന് മുന്നിൽ പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച വരെയാണ് ബജറ്റിന്മേൽ പൊതുചർച്ച ഉള്ളത്. ഈ ബുധനാഴ്ച വരെ MLA-മാർ സത്യാഗ്രഹം ഇരിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും സാധാരണ ബജറ്റിന്റെ ചർച്ചയുടെ ഏറ്റവും ഒടുവിലാണ് ധനമന്ത്രി ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് ഉയർന്ന ചർച്ചകൾക്ക് മറുപടി പറയുക. പക്ഷേ ഈ പ്രതിപക്ഷം ഇങ്ങനെ ഒരു സമരപ്രഖ്യാപനം നടത്തിയ സാഹചര്യത്തിൽ തുടക്കത്തിൽ തന്നെ ഈ ധനമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറുപടി നിയമസഭയിൽ നൽകുന്ന സാഹചര്യം ഉണ്ടായി. അദ്ദേഹം ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു നികുതി വർധന വരുത്തേണ്ടി വന്നതെന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത്. കേരളത്തിന്റെ താല്പര്യം മുൻനിർത്തി പരിമിതമായ നികുതി വർധനയാണ് നടപ്പാക്കിയതെന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വിശദീകരിച്ചത്. അത് കേരളത്തിന്റെ വികസനത്തിന് അനിവാര്യമാണ്. പേരുദോഷം ഭയന്ന് ഇത്തരത്തിൽ സംസ്ഥാനത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. കേന്ദ്ര സർക്കാർ കടുത്ത സാമ്പത്തിക നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിക്കുന്നതിന് 2 ദിവസം മുൻപ് 2700 കോടി രൂപ വെട്ടിക്കുറയ്ക്കുന്ന നിലപാട് കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പരിമിതമായ നികുതി വർധന അനിവാര്യമാകുകയാണ് ഉണ്ടായത് എന്നാണ് ധനമന്ത്രി KN ബാലഗോപാൽ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ UDF-നെ കടന്നാക്രമിക്കുകയും ചെയ്തു. UDF-ന്റെ ഭരണകാലത്ത് 7 തവണയാണ് ഡീസലിന്റെ നികുതി വർദ്ധിപ്പിച്ചത്. പെട്രോളിന് 17 തവണ വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരു നിലപാട് UDF സ്വീകരിച്ചപ്പോൾ പിണറായി സർക്കാർ കാലത്ത് അത്തരത്തിൽ 2018 പെട്രോളിന്റെയും ഡീസലിന്റെയും നികുതി കുറച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രതിപക്ഷം ചെയ്യുന്നത് BJP-യുടെ സാമ്പത്തിക നയങ്ങളെ പിന്തുണയ്ക്കുകയാണ് എന്നും പെൻഷനും അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ സുരക്ഷാ സേവനങ്ങൾ ജനങ്ങൾക്ക് നൽകരുത് എന്ന കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ പ്രതിപക്ഷം പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് നിർഭാഗ്യകരമാണെന്ന വിമർശനവും ഉന്നയിച്ചുകൊണ്ടാണ് ധനമന്ത്രി ഈ പ്രതിപക്ഷ സമരത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ഏതായാലും ബജറ്റിൽ പൊതുചർച്ച പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPI ഈ ബജറ്റിനെ പൂർണ്ണമായും പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതാണ്. CPI-യുടെ ഭാഗത്തു നിന്ന് പങ്കെടുത്ത 2 പ്രതിനിധികളും ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ബജറ്റിനെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുകയാണ് ചെയ്തത്. നേരത്തെ CPI നിലപാട് സഭയിൽ വ്യക്തമാക്കുമെന്നായിരുന്നു CPI സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചിട്ടുണ്ടായത്. CPI ഇപ്പോൾ സഭയിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. അവർ ഈ നികുതി വർധനവിനെ പൂർണ്ണമായും ശരിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഈ ചർച്ചയിൽ ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വ്യക്തമാണ് ശരത്. നികുതി വർധനയ്ക്കെതിരെ പ്രതിപക്ഷം കടുത്ത സമരത്തിലേക്ക്. UDF MLA-മാർ നിയമസഭാ കവാടത്തിൽ സത്യഗ്രഹ സമരം ആരംഭിച്ചു. ഷാഫി, നജീബ്, കുഴൽനാടൻ, CR മഹേഷ് എന്നിവരാണ് സത്യഗ്രഹ സമരം ഇരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശരത്.